വിശ്വാസിയാണല്ലോ. യെസ്, റീസെൻ്റായിട്ട് ശബരിമലയിൽ പോയിട്ട് അതിനുശേഷം താങ്കളിട്ട ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഞാൻ കാണുകയുണ്ടായി. ശബരിമല മലയാളികളുടെ ഒരു പ്രൗഡാണ്. അത് മാത്രമല്ല നമുക്കൊരു നല്ലൊരു വരുമാനം ഉണ്ടാക്കി തരുന്ന ഒരു സ്ഥലം കൂടിയാണ് ശബരിമല എന്ന് പറയുന്നത്. ശബരിമല ശരിക്കും പല കാര്യത്തിലും ഇപ്പോഴും പിന്നോട്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ പ്രത്യേകിച്ച് അവിടെ പോയ ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയാം. ശുചിത്വത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സേഫ്റ്റിയുടെ കാര്യത്തിലാണെങ്കിലും ട്രാഫിക് അങ്ങനെയുള്ള പല പ്രശ്നത്തിലും ഇതൊക്കെ ഇപ്പോഴും ഒരു മിസ്മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നം തന്നെയാണോ? അല്ലെങ്കിൽ ഇത്രയും ഈ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾ താങ്കൾക്ക് ശബരിമലയുടെ ഒരു ചാർജ് തരികയാണെങ്കിൽ എന്തൊക്കെ നടപടികളായിരിക്കും അവിടെ സ്വീകരിക്കുക? ഈ ചാർജ് നമ്മളൊരിക്കലും അവിടെ ഉള്ള ആൾക്കാർ മോശപ്പെട്ടവരെന്നല്ല പറയുന്നത്, ബെസ്റ്റ്. എന്നാലും ഒരു പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റാണ് അവിടെ ഡിപ്ലോയ് ചെയ്തിട്ടുള്ള പോലീസുകാരാണെങ്കിലും അവിടുത്തെ വോളണ്ടിയേഴ്സ് എല്ലാവരും കൂടെ ചെയ്യുന്നത്. അതൊന്നും ഒരു പരിമിതികളെ മറികടക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? എക്സാക്ട്ലി. ഈ പരിമിതികൾ അവിടെ മിക്കതും മാൻമെയ്ഡ് ആണെന്നുള്ളതാണ് അതിൻ്റെ ട്രാജഡി. അതും ടോപ്പ് ലെവലിലുള്ള നമ്മളൊരു പറയില്ല മാനേജ്മെൻറ്റ് ലെവലിലുള്ള മാനേജീരിയൽ ലെവലിലുള്ള ഇഷ്യൂസാണ്, ഫീൽഡിലല്ല യഥാർത്ഥത്തിൽ പ്രോബ്ലം. കോൺസെപ്ച്വലി ശബരിമലയെ നമ്മൾ കുറച്ചുകൂടെ വിശാലമായിട്ട് കാണേണ്ടതുണ്ട്. ഇത് സൗത്ത് ഇന്ത്യയിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫുട്ഫോൾ വരുന്ന ഒരു ഷ്രൈനാണ്. വളരെ ദേശീയ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണെന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അവിടെ തൊഴാൻ വരുന്ന മലയാളികളെക്കാട്ടിലും കൂടുതൽ അന്യസംസ്ഥാനത്തു നിന്നാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകത്തു നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും ഒക്കെ വരുന്നുണ്ട്. സൗത്ത് നിന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ശരിക്ക് അക്രോസ് ഇന്ത്യയാണ്. വിദേശത്തുനിന്ന് NRIs ഒക്കെ മലേഷ്യയിൽ നിന്നൊക്കെ സ്ഥിരമായിട്ട് വരുന്നുണ്ട് ഇതാണ്. അപ്പോൾ ഇവരല്ലല്ലോ ഇവിടുത്തുകാർ. നമ്മൾ മലയാളികൾ സംബന്ധിച്ചിടത്തോളം വി ആക്ച്വലി ഹാവ് എ ഈസി വേ ഔട്ട്. കാരണം കേരളത്തിൽ നമ്മൾ എവിടെ താമസിച്ചാലും, കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ താമസിച്ചു എന്ന് വിചാരിച്ചോ, എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് തൊഴുതിട്ട് വരാൻ ഏതാനും മണിക്കൂറുകളുടെ യാത്ര. അവിടെ വലുതായിട്ട് കാത്തു പോകുന്നില്ല. നമ്മൾ ഏതാണ്ടൊക്കെ ടൈം ചെയ്തിട്ടൊക്കെ പോവും. നമുക്കറിയാം സിസ്റ്റമൊക്കെ. എന്നിട്ട് തൊഴുതിട്ട് വേഗം ഇറങ്ങും. അന്നേ ദിവസം തന്നെ 3/4 പേരും ഇറങ്ങുന്നുമുണ്ട്. ഒരു പരിധിക്കപ്പുറം അവർ ഹരാസ്ഡ് ആവുന്നില്ല. പക്ഷേ പുറത്തുനിന്ന് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അവരൊരു യാത്ര പ്ലാൻ ചെയ്ത് പുറപ്പെട്ട് ഇവിടെ വന്നു കഴിയുമ്പം അന്നേരമാണ് ഒന്നൊന്നിന് പിറകെയായിട്ട് ഓരോ പ്രശ്നങ്ങൾ. അവരിവിടെ സ്റ്റക്കായി പോകുന്നു. അവർക്ക് സ്വസ്ഥമായിട്ട് തൊഴാനുള്ള സാഹചര്യം കിട്ടാതെ പോകുന്നു. അവരെവിടെയെങ്കിലുമൊക്കെ താമസിക്കേണ്ടി വരും. താമസിച്ചിട്ടാണ് അല്ലേ എവിടെയെങ്കിലും ദേ ഹോൾട്ട്. ഇവർക്ക് ഉണ്ടാകുന്ന ചലഞ്ചസ് വേറെയാണ്. ഇത് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നില്ല. ഇവരാണ് ബഹുഭൂരിപക്ഷം ഭക്തജനങ്ങളും എന്നുള്ളതും കൂടെ ആലോചിക്കണം. അവരുടെ പെർസ്പെക്റ്റീവിൽ ചിന്തിച്ച് കഴിയുമ്പം വി ആർ ഡൂയിങ് എ വെരി ബാഡ് ജോബ്. ഞാൻ തിരുപ്പതി പോകാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഞങ്ങൾ ഫാമിലിയായിട്ട് പോകാറുണ്ട്. തിരുപ്പതി പോകുമ്പോൾ ഇതുപോലെ എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് തിരുപ്പതി. ഞങ്ങൾ തിരുപ്പതി പോകുമ്പോൾ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് പോകുന്നവരുണ്ട്, ട്രെയിനിൽ പോകുന്നവരുണ്ട്. ഫ്ലൈറ്റ്സ് ഇപ്പോൾ കണക്ടിവിറ്റി ഉണ്ട്, പക്ഷേ എന്നിരുന്നാലും എക്സ്പെൻസീവ് ആയതുകൊണ്ട് കൂടുതലും ട്രെയിനിനും ഡ്രൈവ് ചെയ്താണ് ആൾക്കാർ പോകുന്നത്. നമ്മൾ ട്രെയിനിൽ പോയി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നു. അവിടെ താഴെ തന്നെ ഇഷ്ടംപോലെ ഹോട്ടലുകളുണ്ടാവും, പല ബഡ്ജറ്റിലുള്ള ഹോട്ടലുകളുണ്ടാവും. ഇനി ഫ്രീ ആയിട്ട് താമസിക്കണമെന്നുണ്ടെങ്കിൽ TTDയുടെ തിരുമല ദേവസ്ഥത്തിൻ്റെ വക ഫ്രീ ഡോർമിറ്ററീസും ചെറിയ പൈസയ്ക്ക് നല്ല റൂമുകൾ, AC റൂമുകൾ പോലും വൃത്തിയുള്ള മുറികൾ തരുന്ന സംവിധാനം താഴെയുമുണ്ട് മുകളിലുമുണ്ട്. അപ്പോൾ നമുക്കിവിടെ പറയും നമ്മൾ അയ്യപ്പൻ്റെ പൂങ്കാവനമാണ്, ടൈഗർ റിസർവ് ആണെന്ന് പറയും. അവിടെയും അത്തരത്തിലുള്ളൊരു റിസർവ്ഡ് ഫോറസ്റ്റ് ആയിരുന്നു. അത് അവർ എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുവന്നു. ഇവിടെ നമുക്ക് കുറച്ചുകൂടെ പ്രകൃതിലോല പ്രദേശമാണ്. അവിടെ മുകളിൽ എക്സ്പാൻഡ് ചെയ്യാനുള്ള പരിമിതികളുണ്ട്. പക്ഷേ താഴെ കുറേയൊക്കെ ചെയ്യാവുന്നതാണെന്നാണ് ഞാൻ പറയുന്നൊരു കാര്യം. അറ്റ്ലീസ്റ്റ് നിലയ്ക്കലെങ്കിലും ഒരു ബേസ് ക്യാമ്പാക്കി മാറ്റേണ്ടതാണ്. എന്നിട്ട് അവിടെ നിന്ന് പോയി വരാനുള്ള സംവിധാനങ്ങൾ ഈസി ആക്കാം. നമുക്കിപ്പോഴും ഒരു താമസ സൗകര്യം അവിടെ ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പറഞ്ഞ 2-3 ദിവസം ബസ്സിൽ അല്ലെ വണ്ടിയിൽ വരുന്ന ആൾക്കാർ, അവർക്ക് മര്യാദയ്ക്കൊന്ന് കുളിക്കാനോ വസ്ത്രം മാറാനോ അല്ലെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുക്കാനോ താമസിക്കാനോ അങ്ങനത്തെ ഒരു സൗകര്യവും ഇല്ല. അപ്പോൾ അങ്ങനെ പറയുമ്പോഴത്തേക്കിനും പറയും, നീ സൗകര്യക്കാനും സൂഹിക്കാനും വേണ്ടിയാണോ ശബരിമലയിൽ പോകുന്നത് എന്നുള്ള ചോദ്യമാണ് എല്ലാവരും ചോദിക്കുക. നീ സ്ട്രഗിൾ ചെയ്ത് അയ്യപ്പനെ കാണാൻ വേണ്ടി പോവല്ലേ? കമോൺ, അങ്ങനെ അല്ലല്ലോ, കാലം മാറിയില്ലേ? ഇറ്റ്സ് ആക്ച്വലി സോ ഫണ്ടമെൻ്റലി റോങ്. അതായത് നിങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയാണ്, അതുകൊണ്ട് ഞങ്ങൾ നിന്നെ അനുഭവിപ്പിക്കും. അതിന് നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. ഐ മീൻ യുവർ ജോബ് ഇസ് നോട്ട് ടു ഡൂ ദാറ്റ്. ഓരോരുത്തർക്ക് ഞാൻ പറഞ്ഞു, ഓരോരുത്തർക്കും ഓരോ ധർമ്മമുണ്ട്, ഓരോ പണി ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതൊരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം അഡ്മിനിസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ട്രസ്റ്റിഷിപ്പ് കോൺസെപ്റ്റാണ്. ഇത് നടത്തിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന് വേണ്ടി ഒരു ട്രസ്റ്റ് ആവാം, ബോർഡാവാം, ഹൂവർ ഈസ് റണ്ണിങ് ഇറ്റ്, അവർ ഓൺ ബിഹാഫ് ഓഫ് അല്ലേ ദേവന് വേണ്ടിയാണ് അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ മൊത്തം നടത്തുന്നത്. ദേവന് വേണ്ടി എന്ന് പറയുമ്പോൾ
ദേവനെ തൊഴാൻ വരുന്ന ഭക്തർക്ക് വേണ്ടിയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ നിങ്ങൾ വിശ്വാസിയാവാം, വിശ്വാസി അല്ലായിരിക്കാം, എന്തും ആവട്ടെ, പക്ഷേ ഒരു ട്രസ്റ്റിൻ്റെ ഭാഗമാകുമ്പോൾ വെൻ യു ബി പാർട്ട് ഓഫ് എ ട്രസ്റ്റി കോൺസെപ്റ്റ്, നിങ്ങളിൽ നിക്ഷിപ്തമായിട്ടുള്ള കുറേ കർമ്മങ്ങളുണ്ട്, നിങ്ങൾക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് മര്യാദയ്ക്ക് ചെയ്യണം. അതെന്താണ് ഈ പറഞ്ഞു കൂട്ടുക, അവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ കംഫർട്ടബിൾ എന്ന് പറഞ്ഞാൽ അവിടെ 5 സ്റ്റാർ ഹോട്ടൽ പണിയണം എന്നല്ല. ഇപ്പോൾ സുജിത്ത് പറഞ്ഞ പോലെ ബേസിക് ഫെസിലിറ്റീസ്, വൃത്തി എന്ന് പറഞ്ഞ സാധനം ഒരു ആർഭാടമാണോ? അല്ല. ഇത്തവണ മലയ്ക്ക് പോകുമ്പോൾ കയറും ഇറങ്ങുമൊക്കെ ചെയ്യുമ്പം മലയുടെ അവിടെ വെള്ളവും അതിൻ്റെ തലേന്ന് മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു, വെള്ളമൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്, അവിടെ മുഴുവൻ മൂത്രത്തിൻ്റെ മണമാണ്. നമ്മൾ ഇൻഫാക്റ്റ് 2-3 വളവിലൊക്കെ പുറത്തുനിന്ന് വന്നവരാണ്, അവരൊക്കെ സൈഡിലോട്ട് മാറി നിന്ന് മൂത്രം ഒഴിക്കുന്നുമുണ്ട്. വേറെ ഫെസിലിറ്റി ഇല്ലാണ്ടാണ്. ഒരു മൂത്രപ്പുര കണ്ടാലല്ലേ അവർക്ക് ഒഴിക്കാൻ പറ്റുള്ളൂ. ആ മൂത്രപ്പുര വെൽ മെയിൻറ്റൈൻഡ് അല്ലെങ്കിൽ അതിൽ കയറുന്നതിലും ഭേദം പുറത്താണെന്ന് അവർക്ക് തോന്നുന്നതിലും അവരെ കുറ്റം പറയാൻ പറ്റുമോ? നമ്മൾ ഈ ബേസിക് ഹൈജീൻ ആൻഡ് ബേസിക് കംഫർട്ട്സ് ഇത്രയെങ്കിലും ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇത് ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് ബഹുഭൂരിപക്ഷം പേരും പുറത്തുനിന്ന് വരുന്നതുകൊണ്ട് അവരിവിടെ തന്നെ തമ്പടിച്ചിട്ട് ആവശ്യങ്ങൾ പറയാനില്ല. അവർ വരുന്നു പോകുന്നു, അവരടുത്ത വർഷം വീണ്ടും അനുഭവിക്കാൻ വേണ്ടി വരുന്നു പോകുന്നു, അവരെ അനുഭവിപ്പിക്കാൻ വേണ്ടി നമ്മളിരിക്കുന്നു. ദാറ്റ്സ് നോട്ട് കറക്റ്റ്. ഇവിടുത്തെ മലയാളികൾ സത്യം പറഞ്ഞാൽ അധികം അനുഭവിക്കുന്നില്ല. കാരണം അവർ പെട്ടെന്ന് പോയി പെട്ടെന്ന് തിരിച്ച് വരികയാണ്. നമ്മൾ മാക്സിമം സീസൺ സമയത്ത് പോകാതിരിക്കാൻ ശ്രമിക്കും. അതെ, നമുക്ക് കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. കാരണം എല്ലാ മാസം തുറക്കുന്ന ആ സമയത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അങ്ങനെയൊക്കെ വി നോ ഹൗ ടു മാനേജ്. പിന്നെ നമ്മുടെ നാടല്ലേ, നമുക്ക് അതിൻ്റെതായ ഒരു ടെക്നിക്കും ഇതൊക്കെ കുറച്ചുകൂടെ സൗകര്യങ്ങൾ അറിയാം. പക്ഷേ അതുപോലെയല്ല പുറത്തുനിന്ന് വരുന്നവർ, പ്രത്യേകിച്ച് നമ്മൾ ഈ കാല് വയ്യാത്തവർ, കൊച്ചു കുട്ടികളൊക്കെ കൊണ്ടുവരുന്നത്, നമ്മളത് മല കയറുമ്പോൾ അത് കാണുമ്പോൾ യു ഫീൽ സോ ബാഡ്. നമ്മളെന്താണ് ഇവർക്ക് ഒരുക്കി കൊടുക്കുന്നതെന്നുള്ളത്. അത് നേരത്തെ സുഹിത്ത് പറഞ്ഞ പോലെ നമ്മൾ ഈ സന്നിധാനത്തിലെല്ലാം കൊണ്ടുവയ്ക്കണമെന്ന് ആരും ഇവിടെയും പറഞ്ഞിട്ടില്ല. ഈ സൗകര്യങ്ങൾ മുഴുവൻ അവിടെ എന്താ പറയുക, സപ്രപഞ്ചക്കട്ടിലൊക്കെ വെച്ച് അവിടെ നിന്ന് നേരെ എണീറ്റ് തൊഴണമെന്ന് അങ്ങനെയൊന്നും ആരും ഡിമാൻഡ് ചെയ്യുന്നുമില്ല. താഴെ ഇഷ്ടംപോലെ സ്ഥലങ്ങളും ഫെസിലിറ്റീസും സൗകര്യങ്ങളും ഒക്കെ ഒരുക്കാനുള്ള സ്പേസ് ഈസ് ദർ. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇറ്റ്സ് ഇമ്പോസിബിൾ. ഇപ്പം എന്തൊക്കെ ഈ കാടുമായിട്ടുള്ള ബന്ധപ്പെട്ട നിയമങ്ങളും അതും ഇതൊക്കെ പറഞ്ഞാലും നത്തിങ് ഈസ് ഇമ്പോസിബിൾ. നിലയ്ക്കൽ നമുക്ക് അവിടെ ബസ് സ്റ്റാൻഡില്ലേ, അവിടെ പെട്രോൾ പമ്പില്ലേ, അവിടെ ഇതൊക്കെ വെക്കാൻ പറ്റുമെങ്കിൽ ഭക്തജനങ്ങൾക്ക് വേണ്ടുന്ന ഒരു നല്ല വലിയ പാർക്കിംഗ് ലോട്ട് ഉണ്ട്. ഈ പാർക്കിംഗ് ലോട്ടൊക്കെ വളരെ ക്രിയേറ്റീവായിട്ട് നമുക്ക് റീഡൂ ചെയ്യാനും ഒക്കെ ഓപ്ഷൻസ് ഉണ്ട്. ഇത് ടെക്നോളജി പറഞ്ഞാൽ നിലയ്ക്കൽ മൊത്തം ബേസ് ക്യാമ്പ് ആക്കിയിട്ട് നിലയ്ക്കൽ നിന്ന് അങ്ങോട്ട് ഒറ്റ വണ്ടി വിടാതെ ഇതിപ്പോൾ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പമ്പേ പോകുന്നു, തിരിച്ചു കൊണ്ട് പാർക്ക് ചെയ്യുന്നു. ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. നിലയ്ക്കൽ നിന്ന് പമ്പയ്ക്ക് KSRTC മാത്രം വിടട്ടെ. അതാ ഇതെല്ലാം ഞാൻ പറഞ്ഞ ഒറ്റമൂലികൾ അറിയില്ലെങ്കിലും ഞാൻ പറയുന്നത് ഈ നിലയ്ക്കൽ തൊട്ട് സന്നിധാനം ഇത് മൊത്തം വി ഹാവ് ടു എഞ്ചിനീയർ ഇറ്റ് ഇൻ എ ടൊട്ടാലിറ്റി. അല്ലാതെ ഒറ്റയായിട്ടല്ല. ഇതിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും മൊത്തത്തിൽ ഇപ്പോൾ ഒരു ക്രൗഡ് മൂവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സിങ്ക്രണൈസ് ചെയ്തിട്ട് ഇറ്റ്സ് ലൈക്ക് എ ഡാൻസ് മൂവ്മെൻറ്റ് എന്ന് പറയാം. ശാസ്ത്രീയമായിട്ട് ഈ ക്രൗഡ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ ഡാൻസ്. അത് സ്മൂത്ത് ആയിട്ട് പോകണം. നമുക്ക് ചില സ്ഥലത്ത് സ്ലോ ഡൗൺ ചെയ്യിപ്പിക്കണം. ഇപ്പോൾ 18-ാം പടി ഇടുങ്ങിയിട്ടാണ്. അപ്പോൾ 18-ാം പടിയിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ ഗ്രാജുവലായിട്ട് സ്ലോ ചെയ്ത് അവിടെ കൊണ്ടുവരണം. പിന്നീട് അവിടുന്ന് സ്പീഡിൽ പോകാനുള്ള സൗകര്യം ഒരുക്കാം. പക്ഷേ അവിടം വരെ വരുന്നത് ചിലപ്പോൾ വീൽ പേർപ്പസ്ഫുള്ളി സ്ലോ ഡൗൺ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ആക്ടിവിറ്റീസ് കൊടുക്കണം. അല്ലാതെ വടം കെട്ടിയിട്ട് അവിടെ നിൽക്കണമെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വെരി അൺഫെയർ. എങ്ങനെ ഇത്രയും യാത്ര ചെയ്ത് വന്നവന്, പ്രത്യേകിച്ച് കുത്തനെയുള്ള ഈ ചരിവിൽ വടം കെട്ടിയിട്ടൊക്കെ നിർത്തുക എന്ന് പറഞ്ഞാൽ ആസ്കിങ് ഫോർ ട്രബിൾ. കാരണം എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്, ഒരാൾ ചരിഞ്ഞ് വീണ് കഴിഞ്ഞാൽ താഴെ വരെ അങ്ങ് പോവുകയും. നമ്മൾ എയർപോർട്ടുകളിൽ നമ്മൾ പോകുമ്പോഴത്തേക്കിനും സെക്യൂരിറ്റി കൗണ്ടറുകൾ എത്തുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ കറക്കി തിരക്കില്ലെങ്കിലും അവൻ കറങ്ങി കാരണം ഒരാൾ നടന്ന് കറങ്ങി വരാനായിട്ട് ടൈം എടുക്കും. അവിടെ സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഈ ഡിസൈൻ എന്ന് പറയുന്നത്. ക്രൗഡ് മാനേജ്മെന്റിലെ ഡിസൈൻ, ക്രൗഡ് കൺട്രോൾ എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ പോയി. വടം കെട്ടിയിട്ട് പോലീസിനെ നിർത്തിയിട്ട് അതൊന്നും അല്ല ഇപ്പോഴത്തെ ക്രൗഡ് മാനേജ്മെന്റ്. ഇപ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് വന്ന് ചേരുമ്പോൾ തന്നെ യു ക്യാൻ ഹാവ് ഹൺഡ്രഡ്സ് ഓഫ് CCTV ക്യാമറാസ്. നമ്മൾ ഇൻഡിവിജ്വൽ ഇതെടുക്കേണ്ട കാര്യമില്ല, നമ്പേഴ്സ് കിട്ടും. നമ്പേഴ്സ് മാത്രം എടുത്ത് അഗ്രിഗേറ്റ് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും നിലയ്ക്കൽ എത്ര പേരെത്തി, ഇവിടുന്ന് എത്ര പേര് മേളോട്ട് പോകുന്നു, എവിടെ സ്ലോ ഡൗൺ ചെയ്യണം. സ്ലോ ഡൗൺ ചെയ്യുകയും വെയിറ്റിംഗ് ഏരിയാസ് ഉണ്ടെങ്കിൽ വെയിറ്റിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്യുന്നു എന്ന് തോന്നിക്കാതിരിക്കുക എന്നുള്ളതാണ് ആ ഡിസൈനിൻ്റെ വിജയം. അപ്പോൾ അവിടെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം, അവിടെ ലൈവ് ഭജൻസ് ആവാം. തിരുപ്പതി പോകുമ്പോൾ മൊബൈൽ പോലും നമ്മളെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. എന്നിട്ട് നമ്മൾ ആ മുറിക്കകത്ത് അവർ കാത്തിരിക്കുമ്പോഴത്തേക്കിനും ഈ പറഞ്ഞ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം, അവിടെ അമ്പലത്തിൽ നിന്നുള്ള അനൗൺസ്മെൻറ്റുകളും പാട്ടുകളും കേൾക്കുന്നു. നമുക്ക് അവിടെ ഇരുന്ന് ബോറടിക്കുന്നു
പോലും ഇല്ല. ബോറടിക്കുന്നില്ല. ഈ തിരുപ്പതിയുടെ ഈ സ്ട്രക്ചർ പണിതിട്ട് എത്രയോ വർഷമായി എന്ന് ആലോചിക്കണം. എത്ര വർഷമായി. അന്ന് പോലും അവരത് ആലോചിച്ചു. ഇന്ന് ടെക്നോളജി അതിനെക്കാട്ടിലും മുമ്പോട്ട് പോയി കഴിഞ്ഞു. ഈ സ്വാമിനാരായൺ സെക്ട് ഇവരുടെ ക്ഷേത്രങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇറ്റ്സ് ലൈക്ക് BAPS-ന്റെ അല്ലേ? ഒരു തീം പാർക്കിലെത്തിയ പോലെ, ഭക്തി തീമിൽ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്നി ലാൻഡ് പോലെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് ഇപ്പം അയ്യപ്പൻ്റെ കഥകളും സ്വാമിയുടെ ചരിത്രവും അവിടുത്തെ ലെജൻസ്, അതുപോലെ വളരെ സ്പിരിച്വലായിട്ടുള്ള ഗ്രന്ഥങ്ങൾ, ഇതിൻ്റെയൊക്കെ കണ്ടൻറ് എടുത്തുകൊണ്ടുള്ള യു ക്യാൻ ക്രിയേറ്റ് കണ്ടൻറ്. ഈ കണ്ടൻറ്റിനകത്തൂടെ വേണം ഈ പോകാൻ. ദീസ് ആർ ഓൾ പോസിബിൾ. കുറച്ച് എസ്തെറ്റിക് സെൻസും കുറച്ച് ഡിസൈൻ കോൺസെപ്റ്റും ഉണ്ടെങ്കിൽ നമ്മളിതിനെ ഒരു ടൊട്ടാലിറ്റിയിൽ എഞ്ചിനീയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മറക്കാത്തൊരു അനുഭവമായിട്ട് തൊഴുതു വരാൻ സാധിക്കും. അത് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതൊന്നും ചെയ്യാൻ വലിയ കോടിക്കണക്കിന് രൂപ ആവശ്യമില്ല. അവിടെ വരുന്ന നടവരവിൻ്റെ സത്യം പറഞ്ഞ ഒരു സീസൺ മതി. ഒരു സീസൺ മതി, പൈസ മതി. നമ്മുടെ കേദാർനാഥ് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട വാർത്തയാണ്. കേദാർനാഥ് ക്ഷേത്രം നമുക്കറിയാമല്ലോ, ഏകദേശം 8-9 മണിക്കൂർ യാത്ര ചെയ്യണമായിരുന്നു. നടന്നും മറ്റേ കഴുതപ്പുറത്തൊക്കെ കയറി വേണമായിരുന്നു അവിടെ പോകാനായിട്ട്. നമ്മൾ ശബരിമല പോകുന്നതിലും കഷ്ടപ്പെട്ട് ദുരിതം അനുഭവിച്ചാണ് അവിടേക്ക് ആൾക്കാർ പോയിരുന്നത്. ഇപ്പോൾ ആ ഒരു സ്ഥലത്ത് കേബിൾ കാർ വരികയാണ്. 36 മിനിറ്റിൽ 13 കിലോമീറ്ററോളം വരുന്ന ഒരു റോപ്പ് വേ അവിടെ നിർമ്മാണം നടക്കുന്നു. അത് ചെയ്യുന്നത് അദാനി ഗ്രൂപ്പാണ്. ഏകദേശം 4081 കോടി രൂപ വരുന്ന ഒരു പ്രൊജക്ട് കോസ്റ്റ് വരുന്നൊരു സാധനം. 1800 പാസഞ്ചേഴ്സിനെ ഒരു മണിക്കൂർ ഒരു ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ് വരുന്നത്. അപ്പോൾ അത് ആരംഭിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ ഉള്ള പ്രൊജക്റ്റുകളൊക്കെ ശരിക്കും വേണമെങ്കിൽ ഇവിടെ ശബരിമലയിൽ കൊണ്ടുവരാവുന്നതാണ്. കേബിൾ കാറൊക്കെ വളരെ എൻവയോൺമെന്റ് ഫ്രണ്ട്ലിയാണ്. അതെ, ഇതിനൊന്നും ക്ലിയറൻസ് അതിൽ ഓപ്ഷൻസ് കൊടുക്കാമല്ലോ. നടന്നു പോകുന്നവർക്ക് നടന്നു പോകാം. അപ്പം നമുക്ക് ക്രൗഡ് കൺട്രോൾ ചെയ്യാം. അറ്റ്ലീസ്റ്റ് ഈ സാധന സാമഗ്രികൾ ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ കയറുമ്പോൾ ഈ ട്രാക്ടർ അടിച്ച് ഇങ്ങനെ പോകുന്നത് ഞാൻ ആലോചിച്ചിട്ട് എന്ത് ധൈര്യത്തിലാണ് ഈ ട്രാക്ടറുകൾ ഇങ്ങനെ പോകുന്നത്. സാധനങ്ങളൊക്കെ കയറ്റിയിട്ട് കൊച്ചുകുട്ടികൾ ഇവരൊക്കെ നടക്കുന്ന അതേ പാതയിലൂടെയാണ് സാധന സാമഗ്രികൾ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ഹോണടിച്ച് പടപടാ പോവുകയാണ്. ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുക എന്തൊരു അത്ഭുതമാണ് നടക്കാത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇറ്റ്സ് സോ ഡേഞ്ചറസ്. ഇതൊക്കെ കേബിൾ കാറിൽ പോകാവുന്നേ ഉള്ളൂ. ഇതൊന്നും അനുമതി കിട്ടാത്തതോ ഒരിക്കലും സംഭവിക്കാത്തതോ. എനിക്ക് നമ്മൾ മലയാളികൾ പലപ്പോഴും കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യം എന്നൊക്കെ പറയും. എന്ത് പ്രത്യേക സാഹചര്യം? കേരളം ഇസ് ജസ്റ്റ് വൺ ഓഫ് ദ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ബാധകമായിട്ടുള്ള നിയമം തന്നെയാണ് ഇവിടെയും ബാധകമായിട്ടുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിൽ കാടുണ്ട്, അവിടെയും വനങ്ങളുണ്ട്, അവിടെയും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്. അവിടെയൊക്കെ ക്ലിയറൻസ് കിട്ടുകയും പാസ്സാവുകയും ഒക്കെ ചെയ്യുന്ന പ്രോജക്ട്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ സന്ദർശിക്കുമ്പോൾ കണ്ടിട്ടുള്ളതാണ്. അതൊന്നും ഇത്ര പോലും ഇമ്പോർട്ടൻ്റ് അല്ലാത്ത സ്ഥലത്ത് പോലും ക്ലിയറൻസസ് കിട്ടുന്നുണ്ട്. ക്ലിയറൻസിന് അപേക്ഷിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപേക്ഷിച്ചിട്ടുണ്ടോ? ഇന്നേ വരെ ഒരു പ്രോജക്റ്റ് ആദ്യം പ്രോജക്റ്റ് കൺസീവ് ചെയ്യണ്ടേ? പ്രോജക്റ്റ് തയ്യാറാക്കിയിട്ടല്ലേ അപേക്ഷ കൊടുക്കുക. അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പേ തന്നെ അതിന് പെർമിഷൻ കിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ ചമരമടഞ്ഞ് ഒരു മൂലയ്ക്ക് ചെന്നിട്ട് അയ്യോ നമുക്ക് സഹിക്കാൻ തന്നെ വഴിയുള്ളൂ, വേറെ ഒരു മാർഗവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ നോട്ട് ട്രൈയിങ് ഇനഫ്. വി ആർ നോട്ട് ട്രൈയിങ് ഇനഫ് എന്നല്ല, ഐ ഡോണ്ട് തിങ്ക് വി ഹാവ് ഈവൻ ട്രൈഡ്. ഒരു തവണ ഇതിൻ്റെ അപേക്ഷ ഇട്ടിട്ട് റിജക്റ്റ് ആയത് കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല. വി ഹാവ് നോട്ട് ഈവൻ തോട്ട് അബൌട്ട് ഇറ്റ്. ഇത് നമ്മൾ ഈ വാചകവഴി മാത്രം കാര്യമില്ല. യു ഹാവ് ടു ഡു സംതിങ്. കുറെയൊക്കെ പ്രൈവറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ വിത്ത് ഗവൺമെന്റ് കൺട്രോൾ. ഫുള്ളി അഗ്രി. ഗവൺമെന്റ് റെഗുലേറ്റ് ആണ് ചെയ്യേണ്ടത്. റെഗുലേഷന് പകരം നമ്മളിപ്പോൾ സുഹൃത്ത് KSRTCയുടെ കുറേ RTIയിലൊക്കെ നോക്കി എന്ന് പറയില്ലേ, ഒന്ന് ആലോചിച്ച് നോക്കൂ. KSRTCയെ സംരക്ഷിക്കണം എന്നുള്ള, അത് പൊതുമേഖലയാണ്, അതുകൊണ്ട് KSRTCയെ സംരക്ഷിക്കണം എന്നുള്ള ഒറ്റ അജണ്ട കാരണം പൊതുജനങ്ങൾക്ക് നഷ്ടമാവുന്ന സേവനങ്ങളെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ? പബ്ലിക് ട്രാൻസ്പോർട്ട് ഈസ് നോട്ട് KSRTC. പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ വലിയൊരു പോർട്ട്ഫോളിയോ ആണ്. അതിനകത്തെ ഒരു ചെറിയ എന്തിനാണ് KSRTC എന്ന് പറയുന്നത് ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പ്രൈവറ്റ് സെക്ടറിനോ ഇവർക്കൊന്നും കൊടുക്കാൻ പറ്റാത്ത ചില മേഖലകളിൽ സർവീസ് കൊടുക്കാൻ വേണ്ടി സർക്കാർ ചെലവിൽ വയ്ക്കുന്ന ഒരു സെറ്റപ്പാണ്. മറിച്ച് എല്ലാം പിടിച്ചെടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സെറ്റപ്പല്ല. ഇപ്പം ശബരിമലയിൽ തന്നെ അവിടെ കുത്തക മൊണപ്പൊളി കൊടുത്തിരിക്കുകയാണ് KSRTCക്ക്. ആൻഡ് അവിടെ ചാർജ് അധികമാണ് മറ്റാണ്. അതേസമയം അവിടെ സൗജന്യമായിട്ട് ബസ് ഡൊണേറ്റ് ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനും ഒക്കെ തയ്യാറായിട്ട് ആൾക്കാരുണ്ട് എന്നുള്ളത് ഓർക്കണം. നൗ വേർ ഈസ് അവർ പ്രയോറിറ്റി എന്ന് വി ഹാവ് ടു തിങ്ക്.
ഈ ഭക്തജനങ്ങൾക്ക് ഏറ്റവും നല്ല സർവീസ് സൗജന്യമായി കിട്ടുന്നതാണ് നമ്മുടെ പ്രയോറിറ്റി എങ്കിൽ നമ്മൾ എന്തെടുക്കുമായിരുന്നു? നമ്മൾ ഓപ്ഷൻ 1 അല്ലേ എടുക്കുക. മറിച്ച് അവിടെ പൊതുമേഖലാ സ്ഥാപനമായ KSRTCക്ക് വരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് മീൻസ് ദ പ്രയോറിറ്റി ഈസ് ഡിഫറെൻറ്റ്. അപ്പോൾ എൻ്റെ മിനിമം പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു പ്രോജക്റ്റ് എന്ത് സാധനവും ഡിസ്കസ് ചെയ്യുമ്പോൾ പ്രയോറിറ്റി ക്ലിയർ ആയിരിക്കണം. പ്രയോറിറ്റി ഈ ഒരു എന്താ പറയുക, ശബരിമല എന്ന് പറഞ്ഞ ഒരു ഒരു ക്ഷേത്രവും അതിനെ ചുറ്റിപ്പറ്റിയുമുള്ള വരുമാന മാർഗവും എല്ലാം ഉപയോഗിച്ചിട്ട് പൊതുമേഖലാ സ്ഥാപനം നന്നാക്കണം, മറ്റേത് ചെയ്യണം, മറിച്ച് ചെയ്യണം, നമുക്ക് ടാക്സ് വേണം, വരുമാനം വേണം, ഇങ്ങനെ ചിന്തിക്കുന്നതും അവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് സൗകര്യങ്ങൾ ഒരുക്കണം എന്നുള്ളത് ഫസ്റ്റായിട്ട് ചിന്തിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്.